ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നും ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നെർസുമുൽ മവായിദി വനുക്കമ്മിലുൽ ജുംല. ഇവിടെ താഴെ എന്തുണ്ട്? ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് നോക്കിയിട്ട് അതിൻ്റെ സമയം എഴുതാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ചിലതിന് ക്ലോക്കിൻ്റെ നീഡിലില്ലാതെ നമ്മൾ വരച്ചു കൊടുക്കണം. ഒന്നാമത്തേത് അസാത്തുൽ വാഹിദ. വാഹിദ് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ സമയം അഥവാ 1 ആണല്ലേ, 1 അല്ല 1. അപ്പോൾ 1 ആണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. നമുക്കറിയാം ചെറിയ സൂചി ഏതിലായിരിക്കണം? 1 വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചു കൊടുക്കുക. വലിയ സൂചി ഈ 12 വരച്ചു കൊടുക്കുക. അപ്പോൾ 1 എന്നുള്ളതായി. ഇനി ഇവിടെ നോക്കൂ, ഇത് 6 ആണല്ലേ. അപ്പോൾ 6 മണിയാണ് ഇവിടെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം അസാത്തു സിത്ത. അപ്പോൾ താസിയ എന്ന് വരും അല്ലേ. അസാത്തു താസിയ എന്നായിരിക്കും, താസിയ. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ 10 ആണ്, 10 മണിയാണ് അല്ലേ. അപ്പോൾ എന്താണ്? അസാത്തു ആഷിറ എന്ന് എഴുതി കൊടുക്കുക. അസാത്തു അൽ ആഷിറ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളത് എഴുതേണ്ടത്. അടുത്തത് നെക്തുബുൽ അയ്യാം. എന്താണ്? ഡേയ്സ് ഓഫ് ദ വീക്ക്, ആഴ്ചയിലെ ദിവസങ്ങളാണ് എഴുതേണ്ടത്. യൗമുൽ അഹദ് അവിടെ കൊടുത്തിട്ടുണ്ട്. യൗമുൽ അഹദ് എന്ന് പറഞ്ഞാൽ സൺഡേ. ഇനി എന്ത് എഴുതണം? ഇനി നമ്മൾ എഴുതേണ്ടത് മൺഡേ മുതലാണ് അല്ലേ. അപ്പോൾ എന്താണ്? യൗമുൽ അഹദ് കഴിഞ്ഞാൽ യൗമുൽ ഇസ്നൈൻ എന്ന് എഴുതി കൊടുക്കുക. യൗമുൽ ഇസ്നൈൻ. അത് കഴിഞ്ഞാൽ എന്താണ്? യൗമുൽ സുലസ എന്നുള്ളതാണ്. ഓക്കെ, യൗമുൽ സുലാസ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? യൗമുൽ അർബിയ ആണ് വെനസ്ഡേക്ക് വരുന്നത്. യൗമുൽ അർബിയ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് യൗമുൽ ഹമീസ്. ഓക്കെ, യൗമുൽ ഹമീസ്. യൗമുൽ ഹമീസ് എന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ. യൗമുൽ ഹമീസ്. അത് കഴിഞ്ഞാൽ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച. യൗമുൽ ജുമുഅ. യൗമുൽ ജുമുഅ. യൗമുൽ സബത്ത് സാറ്റർഡേ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലോക്കിൻ്റെ സമയം എഴുതാനും അതുപോലെ തന്നെ ഡേയ്സ് ഓഫ് ദ വീക്കും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തത് നെക്തുബുൽ അദദ് എന്നുള്ളതാണ്. നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള എന്താണ്? 45 ആണല്ലേ. അപ്പോൾ 5 എന്താ നമ്മൾ പറയുക? ഹംസ എന്നാണ് പറയുന്നത്. ഹംസ. ഇനി 40 ഹംസ വ അർബഊൻ. വ അർബഊൻ എന്ന് എഴുതി കൊടുക്കുക. വ അർബഊൻ. ഇനി അടുത്തത് എത്രയാണ്? 68 ആണല്ലേ. 8 നമ്മൾ എന്താ പറയുക? സബ കഴിഞ്ഞാൽ പിന്നെന്താണ്? സമാനിയ. സമാനിയ വ സിത്തൂൻ. ഇനി അടുത്ത 100 ആണ്. 100 നമ്മൾ മിഅ എന്ന് പറയും അല്ലേ. മിഅ എന്ന് പറയും. പിന്നെ ഉള്ളത് 70 ആണ്. 70 നമ്മൾ സബൂൻ എന്ന് പറയും. സബൂൻ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ എഴുതി കൊടുക്കുക. അടുത്തത് നെഖ്താറു നെക്തുബു എന്നുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. എന്താണ് തിരയേണ്ടത്? ഫിയലുകൾ ഏതൊക്കെയാണ്, ഫായിൽ ഏതൊക്കെയാണ് എന്നുള്ളത് തിരയണം. ഫിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബ് അല്ലേ, അല്ലെങ്കിൽ ക്രിയ എന്നുള്ളത് നമ്മൾ പറയും, ക്രിയ. ഇനി ഇതെന്താണ്? സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ നിന്നും കണ്ടെത്തേണ്ടത്. വളരെ ഈസിയാണ്. കത്തബത് ദാരിസു ദർസ. എന്താണ്? കുട്ടി, വിദ്യാർത്ഥി പാഠം എഴുതി എന്നുള്ളതാണ്. ഇവിടെ കത്തബ എന്ന് പറയുന്നതാണ്, എഴുതുക എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫിയൽ എന്ന് പറയുന്നത്. സോ കത്തബ എന്നുള്ളത് ഫിയലിൽ എഴുതുക. ദാരിസ് എന്ന് പറയുന്ന ആരാണ്? വിദ്യാർത്ഥിയാണ്, അവനാണ് എഴുതിയത്. സോ അതാണ് ഫായിൽ എന്ന് പറയുന്നത്, ആ ക്രിയ ചെയ്ത ആള്. ഇനി അഹദ. അഹദ എന്ന് പറഞ്ഞാൽ എന്താണ്? എടുത്തു. അൽ അബ് അൽ ജവാല, ഉപ്പ ഫോണ് എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അഹദ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫിഅൽ, അഹദ. ഇനി ആരാണ് എടുത്തത്? അൽ അബ് ആണല്ലേ. അപ്പോൾ അബ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഫായിലായിട്ട് വരും. ഷെരിബ്തിൽ ബിന്തു അൽമാ. കുട്ടി വെള്ളം കുടിച്ചു. പെൺകുട്ടിയാണ് വെള്ളം കുടിച്ചത്. അപ്പോൾ വെള്ളം കുടിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഫിഅൽ അല്ലേ. സോ ഷെരിബ്തി എന്നുള്ളത് അവിടെ ഫെയിലാക്കിയിട്ട് എഴുതുക. ആരാ കുടിച്ചത്? ബിന്താണ്. അപ്പോൾ ബിന്തിനെ നമുക്ക് എന്ത് എഴുതണം? ഫായിലായിട്ടും എഴുതണം.
ദഹബ അമീൻ ഇലൽ ബൈത്ത്, അമീന് വീട്ടിലേക്ക് പോയി. ദഹബ എന്ന് പറയുന്നത് അവിടെ ഫിഇലാണ്. അതുപോലെ ആരാണ് പോയത്? അമീനാണ്. സോ അമീൻ എന്ന് പറയുന്നത് അവിടുത്തെ ഫായിലാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കി എഴുതുക മാത്രമേ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. കം അള്ളാഹു ഫി ഉസ്രത്തിക്കും മൻഹും, ആരൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്? എത്ര അംഗങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട്? ആരൊക്കെ? എത്രയാണ്? ഇപ്പം നമുക്ക് എഴുതാം. ഒരു 4 അംഗങ്ങളാണെങ്കിൽ എന്തെഴുതാം? ഫിൽ ഉസ്രത്തി അർബ അള്ളാഹ്. ഓക്കെ, അർബ അള്ളാഹ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി ആരൊക്കെയാണ്? ഉപ്പ, ഉമ്മ, അൽ അബ്, ഉമ്മ, ഉഹത്ത്, അഹ് ആരൊക്കെയാണ് ഉള്ളതെങ്കിൽ അവരും നിങ്ങൾ എഴുതി കൊടുക്കുക. അത്രയുമാണ് ഈ ഒരു പ്രവർത്തനം. ഇത്രയുമാണ് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർ നന്നായിട്ട് മനസ്സിലാക്കി എഴുതുക. അതുപോലെ തന്നെ ഒരു കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കും. തന്നിട്ടുള്ള കോംപ്രിഹെൻഷൻ നന്നായിട്ട് വായിച്ചിട്ട് ഉത്തരം എഴുതുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്